മാന്യശ്രോതാക്കൾക്കും പ്രേക്ഷകർക്കും എൻ്റെ പ്രണാമം. എന്നും മനസ്സിൽ ചിന്തിക്കാറുണ്ട്, ഹിന്ദുക്കളുടെ തിന്മകൾക്കെതിരെ ഹിന്ദുക്കളും മുസ്ലിങ്ങളുടെ തിന്മകൾക്കെതിരെ മുസ്ലിങ്ങളും, അതുപോലെ തന്നെ ക്രൈസ്തവരുടെ തിന്മയ്ക്കെതിരെ ക്രൈസ്തവരും പ്രതികരിക്കുക, അതല്ലെങ്കിൽ എല്ലാവരും എല്ലാ തരത്തിലുള്ള തിന്മകൾക്കും എതിരെ ഹിഡൻ അജണ്ടയില്ലാതെ പ്രതികരിക്കുക. നമ്മുടെ രാഷ്ട്രത്തിലെ 127 കോടി ജനതയും ഒരൊറ്റ സംസ്കാരത്തിൻ്റെയും പൈതൃകത്തിൻ്റെയും അവകാശികളാണ്. ഈ രാഷ്ട്രത്തിലെ ആർക്കെതിരെ തിന്മ ചെയ്താലും അത് തിന്മ തന്നെയാണ്. ആ തിന്മയെ ചൂണ്ടിക്കാണിച്ച് മറ്റൊരു ക്രിസ്ത്യൻ ലേഡി പ്രതികരിച്ചത് കൂടി കേൾപ്പിക്കാം. ഹിന്ദുക്കൾക്കെതിരെ പ്രതികരിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതും യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യും. അതേപോലെ തന്നെ ഏത് വ്യക്തികൾ ചെയ്യുമ്പോഴും ഞാനും ആ തിന്മകൾ പറയാറുണ്ട്. എൻ്റെ ഹിന്ദു ധർമ്മത്തെ മാത്രം ന്യായീകരിക്കുകയും മറ്റുള്ളതിനെ ഞാൻ അന്യായീകരിക്കുകയും ചെയ്യാറില്ല. അതുകൊണ്ട് തന്നെയാണ് ഇത് നിങ്ങൾ കേൾക്കണം. ക്രൈസ്തവ സഭ ചെയ്യുന്ന തിന്മകൾ, മതപരിവർത്തനത്തെ കൂടി ഇപ്പോൾ എതിർക്കുന്ന കുറേ പേര് യൂട്യൂബിൽ പ്രതികരിക്കാറുണ്ട്. ഇത് മതപരിവർത്തനത്തിനെതിരെയല്ല, വേറൊരു എക്സ്പ്ലോയിറ്റേഷനെതിരെയുള്ള ഒരു നേഴ്സിൻ്റെ തന്നെ പ്രതികരണമാണ് ക്രൈസ്തവ സഭയിൽ. ഒന്ന് കേൾക്കുക. ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്, ഞാൻ ന്യൂപോർട്ടിലെ വെയിൽസ് നിന്നാണ്. എൻ്റെ ഭാഗത്തു നിന്നും എൻ്റെ ഫാമിലിയുടെ ഭാഗത്തു നിന്നും എൻ്റെ ഏരിയയിലുള്ള എല്ലാവിധ സപ്പോർട്ടിംഗ് ഗ്രൂപ്പുകളുടെ ഭാഗത്തു നിന്നും ഞാൻ UN-നെ സപ്പോർട്ട് ചെയ്യുന്നു പ്രതികരിച്ചുകൊണ്ട്. എൻ്റെ വീട്ടിൽ 4 പെൺകുഞ്ഞുങ്ങളായിരുന്നു. ഒരു സാധാരണ കുടുംബത്തിൽ ഒരു തരത്തിലും രക്ഷപ്പെടാൻ മാർഗമില്ലായിരുന്നപ്പോൾ മൂത്തയാൾ നേഴ്സിംഗ് പാസ്സായി വന്ന് കാരിത്താസിൽ ഞങ്ങളുടെ പൂർവ്വ പിതാക്കന്മാരും വഴി ബിൽഡിംഗ് ഉണ്ടാക്കി അവിടെ നേഴ്സിംഗ് അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്ത ഉള്ള ഒരു സഭയുടെ കീഴിൽ ഞങ്ങളുടെ തന്നെ ഇടവക വികാരിയുടെയും പ്രീവിയസ് ഡയറക്ടർ അച്ഛൻ്റെയും ഹെൽപ്പോട് കൂടി അപ്ലൈ ചെയ്തു. ഒറ്റയെഴുത്തിൽ PDC സെക്കൻഡ് ഗ്രൂപ്പ് അന്നത്തെ കാലത്ത് പാസ്സായി അവിടെ റെക്കമെൻഡേഷനോട് ചെന്നിട്ടും സാധാരണക്കാരായ ഞങ്ങൾക്കൊരു അഡ്മിഷൻ അവിടെ കിട്ടിയിട്ടില്ല. അത് കഴിഞ്ഞ് ഒരു 4 വർഷം കഴിഞ്ഞിട്ടും ഒരിക്കൽ 1-2 വിഷയം തോറ്റുപോയിട്ട് രണ്ടാമത് അപ്പിയർ ചെയ്ത വ്യക്തികൾക്ക് ഞങ്ങളുടെ ഇടവകയിൽ നിന്ന് തന്നെ കിട്ടുകയും ചെയ്തു. അതാണ് പണത്തിൻ്റെയും പണമില്ലായ്മയുടെയും വ്യത്യാസം, അച്ഛന്മാരുടെ അഡ്മിഷനിൽ വരുന്ന വേരിയേഷൻസ്. അങ്ങനെ ഞങ്ങൾ 3 പേരും വലിയ കുഴപ്പമില്ലാതെ ഗവൺമെന്റിൽ സ്റ്റൈപ്പൻഡോട് പഠിക്കാൻ ഞങ്ങൾക്ക് കൃപ ലഭിച്ചു. അവിടെ നാട്ടില് ഇന്ന് ഒരു സിറ്റുവേഷനിൽ നമ്മളൊരു സ്റ്റേബിൾ ആയി കഴിയുമ്പോൾ ഇവർക്ക് എല്ലാ കോൺട്രിബ്യൂഷനും സഭയുടെ ബിൽഡിംഗ് പണിയാനും സാധാരണ മറ്റുള്ള പിള്ളേരെ സഹായിക്കാനും സഭയുടെ പേരുണ്ടാക്കാനും എല്ലാവരും കോൺട്രിബ്യൂഷൻസ് വീടുകളിലോട്ട് മുറിച്ച് തന്നുവിടുകയാണ്. എന്തിന്? നാട്ടിൽ നിൽക്കുന്ന നമ്മുടെ സഹോദരങ്ങൾക്ക് 5 പൈസ കൊടുക്കാതെ ഫോറിനിൽ കിടക്കുന്ന നമ്മൾ അധ്വാനിക്കുന്ന പൈസയുടെ വീതം വാങ്ങിച്ച് അവരെ വീണ്ടും പണിയിപ്പിച്ച് അതിൽ നിന്ന് മുതലുണ്ടാക്കി അച്ഛനും കന്യാസ്ത്രീകൾക്കും റിലീജിയസ് ലീഡേഴ്സിനും ജീവിച്ചു പോകാൻ വേണ്ടിയിട്ട് അധ്വാനിക്കാതെ ഒരു സ്വെറ്റ് പോലും ശരീരത്തിൽ നിന്നും പുറപ്പെടുവിക്കാതെ നാക്കുകൊണ്ട് മാത്രം ജീവിക്കുന്ന ഇവർ എങ്ങനെ മനുഷ്യ കുലത്തിൽ ജീവിക്കുന്നു? ഈ വെള്ള ഉടുപ്പ് ഇട്ട് അച്ഛനാണെന്ന് പറഞ്ഞ് അവിടെ കയറി ഇരുന്നോണ്ട് വെറും നാടകം അഭിനയിച്ചുകൊണ്ട് ഗവൺമെന്റ് എല്ലാം ചെയ്തു തരുമെന്ന് പറയുന്ന വൈക്കത്ത് പറമ്പിൽ അച്ഛനെ എന്താണ് വിശേഷിപ്പിക്കേണ്ടത്? ആ വ്യക്തിക്ക് അത്യാവശ്യം എഡ്യൂക്കേഷൻ ഉള്ള വ്യക്തിയാണ്. ആ വ്യക്തിക്ക് സാധാരണക്കാരുടെ ജീവിതം, സാധാരണമായ ദേവസ്വം ബോർഡ് കോളേജിൽ ഞാൻ പഠിച്ച കോളേജിൽ പഠിച്ച അച്ഛനാണെന്ന് അത് പുള്ളിയുടെ പ്രൊഫൈലിൽ നിന്ന് മനസ്സിലായി. ആ അച്ഛൻ ഇന്നും ജീവിക്കുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും കോൺട്രിബ്യൂഷൻ. എറണാകുളം ലിസി ഒന്നിനൊന്നിന് വലുതായിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ സഭയുടെ ഞങ്ങളുടെ ഡയസിൽപ്പെട്ട സഭയുടെ കാരിത്താസിന്റെ ബിൽഡിങ്സ് ലാസ്റ്റ് ഫ്യൂ ഇയേഴ്സ് ബാക്ക് ഏറ്റവും വലിയ റീജിയണൽ ക്യാൻസർ സെന്റർ പോലത്തെ വലിയ 200-300 ബെഡ് ബിൽഡിംഗ് വിങ് പണിയുവാനും വീണ്ടും ഞങ്ങളെ പോലുള്ള സാധാരണക്കാരുടെ വീട് വഴി വന്ന് കളക്ഷൻ എടുത്തു. എന്തിന്? ഈ കളക്ഷൻ എടുക്കൽ കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ ഒരു അഡ്മിഷനോ അല്ലെങ്കിൽ നമുക്കൊരു മേലാതെ വന്ന് നമ്മുടെ ഫൈനാൻഷ്യൽ സിറ്റുവേഷൻ താന്നുപോയി നമ്മൾ അവിടെ ചെന്നാൽ നമ്മൾ പുറത്തുനിന്ന് വരുന്ന അന്യമതസ്ഥർ വരുന്നതിനേക്കാളും ഒരു കൺസിഡറേഷൻ നമുക്ക് കിട്ടില്ല. നമ്മൾ പാവങ്ങളായിപ്പോയി അന്നേരത്തിനും. അതുപോലെ നമ്മുടെ കോൺട്രിബ്യൂഷൻ വാങ്ങിച്ച് ബിൽഡിംഗ് പണിതിട്ട് നമ്മുടെ ഒരു അഡ്മിഷന്റെ ആശുപത്രി കടന്നതിന്റെ ഒരു ബില്ല് വരുമ്പോൾ അതിനൊരു 10% പോലും സഭയുടെ ഒരു കൺസിഡറേഷൻ ഒരു പാവപ്പെട്ട നമുക്ക് ആർക്കും തരത്തില്ല. പിന്നെ എന്തിനു നമ്മൾ ഇവർക്ക് വേണ്ടി ബിൽഡിംഗ് ഉണ്ടാക്കി കൊടുക്കുന്നു? ഇവരെ കഴിപ്പിക്കാനും ഇവരുടെ ബിൽഡിംഗ് വലുതാക്കാനുമോ? അതിന്റെ ആവശ്യം നമുക്കില്ല. നമ്മുടെ പൂർവികരും നമ്മൾ അധ്വാനിച്ച പൈസയും വാങ്ങിച്ചിട്ട് ഇന്നത്തെ കാലത്ത്
നമ്മുടെ ജൂനിയേഴ്സിനെ ഇട്ട് കഷ്ടപ്പെടുത്തുന്നു. അവർ അധ്വാനിക്കുന്നതിന്റെ ഫലം 8,000 രൂപ കൊണ്ടും 10,000 രൂപ കൊണ്ടും എങ്ങനെ ജീവിക്കാൻ പറ്റും മനുഷ്യർക്ക്? ആ പൈസ അവർക്ക് വണ്ടിക്കൂലിക്ക്, പെട്രോളിന് ഒന്നിനും തികയത്തില്ല, ഉച്ചയൂണിന് ഒന്നും തികയില്ല. ഈ അച്ഛന്മാർ ഉച്ചയ്ക്ക് കഴിക്കുന്ന ഫുഡിന്റെ പൈസ പോലും എന്തോ ഒരു പൈസയാ. അവരുടെ ഒരു ദിവസത്തെ ഒരു നേരത്തെ ഫുഡിന്റെ പൈസ പോലും അവർക്ക് ശമ്പളമായിട്ട് കൊടുക്കുന്നില്ല. ഇവർക്ക് ബിൽഡിംഗ് പണിയാൻ കിട്ടുന്ന ബംഗാളുകൾ കൊടുക്കുള്ള ഇവർ 800-800 രൂപ വെച്ച് ഡെയിലി. ഈ നേഴ്സുമാർക്ക് എന്തുകൊണ്ട് കൊടുക്കാൻ പറ്റുന്നില്ല? അതുകൊണ്ട് ഇനി മേലിൽ സഭയുടെ ഒരു കോൺട്രിബ്യൂഷൻ വന്നാലും, സഭയുടെ ഏത് കളക്ഷൻ വന്നാലും ആരും കൊടുക്കാൻ പോകരുത് പ്ലീസ്. ആ ഞായറാഴ്ച കൊടുക്കുന്ന പൈസ UNA-യുടെ ഒരു ബാങ്ക് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ. അവർക്കൊരു ചാരിറ്റി ഉണ്ടാക്കാമല്ലോ. ഇവര് ചാരിറ്റി ആയിട്ടല്ല എല്ലാം ചെയ്യുന്ന, പൈസ കളക്ട് ചെയ്ത് ചാരിറ്റി ചെയ്യുന്നു. അതുപോലെ തന്നെ UNA-ക്ക് ഒരു ചാരിറ്റി ഉണ്ടാക്കുക. അവർക്ക് നമ്മളെല്ലാവരും, ഫോറിനുള്ള എല്ലാ നേഴ്സുമാരും അവരെ സപ്പോർട്ട് ചെയ്യുക. അവരെത്രത്തോളം കാലം സ്ട്രൈക്കിന് ഇരിക്കുന്നുണ്ട് അത്രത്തോളം കാലം നമ്മൾ ഓരോരുത്തരും ഞായറാഴ്ച കൊടുക്കുന്ന പൈസ കൊണ്ട് ഈ പള്ളികൾക്ക് കൊടുക്കാതെ ഈ പറഞ്ഞ ഈ നേഴ്സുമാരുടെ അക്കൗണ്ടിൽ ഇട്ട് കൊടുക്കുക. അവരും ജീവിക്കട്ടെ, അവരെ ജീവിക്കാൻ അനുവദിക്കൂ. ഈ നാട്ടിൽ ഒരു മനുഷ്യൻ നിർത്തത്തില്ല. അവർ കിട്ടുന്ന ആൾക്കാരെ മുഴുവൻ ട്രെയിനി ആയിട്ടും കോൺട്രാക്ട് ബേസിലും എടുക്കുന്നു. ആ കോൺട്രാക്ട് ബേസിലെ ട്രെയിനി ആണെങ്കിലും ആ കാഷ്വാലിറ്റി ഒരു പേഷ്യന്റ് വരുമ്പോൾ അവർ കോൺട്രാക്ട് അല്ല ട്രെയിനി ആണെന്ന് അവർക്ക് ഒരു ജോലിയും അവർക്ക് കുറച്ച് കൊടുക്കുന്നില്ല. ഉണ്ടോ? ഇല്ല. അവരോട് കൂടുതൽ ചെയ്യാനാണ് പറയണത്. അതുപോലെ സ്റ്റുഡൻസ് നേഴ്സസിനെ കിട്ടിയാൽ അവർ ബക്കറ്റുമായിട്ട് ഈ നടപ്പാണ്. കാരിത്താസിലൊക്കെ ചെല്ലണം മക്കളെ എങ്ങനെയാ അവർ വാർത്ത അടിച്ചൊതുക്കി ഒരക്ഷരം തിരിച്ചു പറയാൻ അത് ആക്കി വെക്കുന്നത്. എന്തിന്? ആർക്ക് വേണ്ടി? ഈ പിള്ളേരെല്ലാം ഇതുപോലെ ശിക്ഷിച്ച് ഈ പൈസ മുഴുവൻ വാങ്ങിച്ച് ഇവർ നല്ല ആർഭാടമായിട്ട് 45 ലക്ഷം രൂപയുടെ കാറാണ് ഒരു അച്ഛൻ വാങ്ങിക്കുന്നത്. ആലഞ്ചേരി പിതാവിന് ഇതൊന്നും കണ്ട ഒന്നും മനസ്സിലാകത്തില്ല. സാധാരണക്കാരന്റെ ബുദ്ധിമുട്ടും അച്ഛന്മാരുടെ ഈ ദർബാടും ഇത് കണ്ടിട്ട് മനസ്സിലാക്കാൻ പറ്റാത്ത അച്ഛൻ ആരോടും പൈസയോ കളക്ഷനോ ചോദിക്കാൻ ഇനി മേലില് ഫോറിൻ കൺട്രീസിലോട്ട് വരരുത് പ്ലീസ്. ഞങ്ങളെ ആരും ഡിസ്റ്റർബ് ചെയ്യണ്ട. ഞങ്ങൾക്ക് ആർക്കും ഇവിടെ ഒരു കുഴപ്പമില്ല. ഈ UK-ലും ഈ US-ലും മൊത്തം നിങ്ങൾ ഇങ്ങനെ നിരങ്ങി നടന്ന് പാപബോധവും പശ്ചാത്തലവും തലയിൽ കയറ്റി കുറ്റബോധത്തെ നിരക്കിച്ച് മനുഷ്യരെ നിങ്ങളുടെ വാലാട്ടി പട്ടിയാക്കി പുറകെ കൊണ്ടു നടക്കും. ആ ഒരു കുടുംബത്തെ 2 പേര് ഒന്നിച്ച് പോയില്ലെങ്കിൽ ആ കുടുംബം ശിഥിലീകരിച്ച് അവിടുന്ന് കിട്ടാവുന്ന മാക്സിമം മേടിച്ച് ഹാലലിയായും പാടി നിങ്ങളുടെ പാട്ടിനും പോകും. നിങ്ങൾക്കറിയാം, നിങ്ങൾ പാവബോധം പശ്ചാത്താപം ഉണ്ടാക്കി തലയിൽ കൊടുത്തു കഴിഞ്ഞാൽ കുറെ ആൾക്കാരുണ്ട് ഇതിന്റെ പുറകെ ശരിക്കും ബുദ്ധിയില്ലാതെ ഉപയോഗിക്കാതെ ഇങ്ങനെ നടക്കുന്നവര്. എന്ത് പറഞ്ഞാലും പറയും അച്ഛന്മാരെ ചെയ്യാൻ പറ്റിയല്ല, അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഈ വെള്ളയഴിച്ച കുഴമാടങ്ങൾ ഇങ്ങനെ നടന്ന് മനുഷ്യരെ ഡിസ്റ്റർബ് ചെയ്ത് ഈ കളക്ഷൻ മുഴുവൻ മേടിച്ചുകൊണ്ട് ഇവരെന്തിന് ഇങ്ങനെ ഈ നാട്ടിലോട്ട് പോകുന്നത്? അതിനുവേണ്ടി എന്തിന് ഈ നാട്ടിലുള്ള നേഴ്സുമാരുടെ പൈസ ഉപയോഗിക്കുന്നത്? പ്ലീസ്, നിങ്ങൾ ഒരു നേഴ്സിന്റെ പാർട്ട്ണർ ആണെങ്കിൽ നേതാക്കന്മാരാകാൻ ശ്രമിക്കാതെ കണ്ട് നേഴ്സിന്റെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കിക്കൊണ്ട് ഒരിക്കലും ഒരു കോൺട്രിബ്യൂഷനും ഈ അച്ഛന്മാരുടെ നേതാവാകാൻ നടക്കരുത്. ഈ നേഴ്സായിട്ട് ജോലി ചെയ്യാത്ത ആൾക്കാർക്കാണ് ഈ നേതാവായി സ്ഥാനം മേടിച്ച് വലിയ നേതാവായി നടക്കാനുള്ള ഒരു ജ്വര കാണുന്നത്. പള്ളിയുടെ ആളാകണം, പട്ടക്കാരന്റെ ആളാകണം, നേതാവാകണം. അത് കഴിഞ്ഞിട്ട് അവർക്ക് അവിടെ എന്തായാലും ഒരു സെറ്റപ്പായി ഒരു നേതാവായി കഴിയുമ്പോൾ അച്ഛന്റെ ഒരു കോൺട്രിബ്യൂഷൻ ഒക്കെ ഉള്ളത് കൊണ്ടും നേർന്നോട്ടുള്ളത് കൊണ്ട് ആരും ഒന്നും അന്വേഷിച്ച് ഒരു ചെറിയ ചിട്ടി നടത്തി അതും പൊട്ടിച്ച് നാട്ടുകാരെ പറ്റിച്ച് ഈ നടക്കാം. ഇതാ നാടും ഇവിടെ മൊത്തം നടക്കുന്നത്. അതുകൊണ്ട് പ്ലീസ് ദയവ് ചെയ്ത് ഒരു കോൺട്രിബ്യൂഷൻ ഒന്നും കൊടുക്കരുത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും കൊടുക്കണമെങ്കിൽ നിങ്ങൾ ഞായറാഴ്ച പള്ളിയിൽ പോകുമ്പോൾ ആ പൈസ എടുത്ത് വരുന്ന വഴിക്ക് ഏത് പാവപ്പെട്ടെങ്കിലും അങ്ങനെ കൊടുക്കുക. ജാതി മതം ഭേദം തന്നെ കൊടുക്കുക. അവര് പോയി ചികിത്സിച്ചോളൂ, അല്ല അവര് പോയി ഭക്ഷണം കഴിച്ചോളൂ. അവർ എന്നും നമ്മളെ ഓർക്കും. നമ്മളെന്തിന് ഈ കല്ലും മണ്ണുമായിട്ടിരിക്കുന്ന ആൾക്കാർക്ക് മുഴുവൻ പൈസ കൊണ്ട് കൊടുക്കുന്നു? അച്ഛന്റെ അധ്വാനത്തിന്റെ ഫലമുണ്ടെങ്കിൽ അവരെ പഠിപ്പിക്കുന്നുണ്ടല്ലോ. അവര് പോയി ജോലി ചെയ്യുമ്പോൾ ഗവൺമെന്റ് അവർക്ക് പൈസ കൊടുക്കും, അല്ലെങ്കിൽ അവരുടെ ബിൽഡിങ്ങിൽ നിന്ന് അവർക്ക് പൈസ കിട്ടും. അതിൽ നിന്ന് അവർ കോൺട്രിബ്യൂഷൻ ജീവിക്കട്ടെ. സ്തോത്ര കാഴ്ച എന്ന് പറയുന്ന സാധനമേ കൊടുക്കാൻ പോകരുത്. ആ പൈസ പാവങ്ങൾക്ക് കൊടുക്കാൻ എപ്പോഴും ശ്രമിച്ചുകൊണ്ടേയിരിക്കുക. ഏത് കൂതാശ നമ്മൾ ചെയ്യാൻ ചെന്നാലും അതിന് മുഴുവൻ പൈസ വാങ്ങിക്കുന്നത്. ഒരു കടയിൽ ചെന്നാൽ ഒരു വലിയ ഇവിടുത്തെ ഏതെങ്കിലും ഒരു വലിയ സ്റ്റോർ വഴി ചെന്നാൽ എഴുതി വെച്ചിരിക്കുന്ന പോലെയാണ് കുർബാന, കുമ്പസാരം, രോഗിലേപനം, വണ്ടി വെഞ്ചരിപ്പ്, ആ മാസം ഓർമ്മ തിരുനാള്, മറ്റത് മറിച്ചത് കഴുന്ന, ഇതിനെല്ലാത്തിനും പൈസ. എന്തിന് ദൈവം ഇതുവെല്ലാം ചോദിക്കുന്നുണ്ടോ? ആരും ദൈവം ഒന്നും ചോദിക്കുന്നില്ല. പാവം ഇല്ലാതെ കണ്ട് മറ്റുള്ളവരെ കുറച്ച് സഹായിച്ചും നല്ല രീതിയിൽ ജീവിച്ചാല് ഒരു കാലത്ത് ദൈവം തിരിഞ്ഞു നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ പള്ളി കൊണ്ടിട്ടാലും അച്ഛനെ ശുശ്രൂഷിച്ചാലും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ആർക്കും ഒന്നും നേടാനും പോകുന്നില്ല. അച്ഛൻ നല്ല സുഭിക്ഷമായിട്ട് അച്ഛന്മാരും കന്യാസ്ത്രീകളും അതുപോലെ റിലീജിയസിനോട് ചേർന്ന് നിൽക്കുന്ന ആൾക്കാരും ഇതിന്റെ പേര് നല്ലതായിട്ട് അങ്ങ് ജീവിച്ചു പോകും. ദയവ് ചെയ്ത് 5 പൈസ കൊടുക്കരുത്.
ഇവരെ സപ്പോർട്ട് ചെയ്യും നിങ്ങൾ. UNA ഈ UK US എന്തുമാത്രം നേഴ്സുമാരുണ്ട്. എല്ലാവർക്കും ഇന്ന് ഇറങ്ങി തിരിച്ച് നല്ലോണം സപ്പോർട്ട് ചെയ്യാലോ. പ്ലീസ് UNA ജാസ്മിൻ ഷാ സ്റ്റാർട്ട് ആൻ അക്കൗണ്ട്. വി ഓൾ ക്യാൻ സപ്പോർട്ട് യു. നിങ്ങൾ അവിടെ ഇരിക്കുമ്പോൾ ഈ പൈസ ഇല്ലാതെ ആകുമ്പോൾ ഈ അച്ഛന്മാർക്കറിയാം നിങ്ങൾ തിരിച്ച് വീണ്ടും കയറും. നിങ്ങൾ അതിലെ ഏറ്റവും പാവപ്പെട്ട വീട്ടിലെ പിള്ളേർക്ക് യാതൊരു മാർഗവും കാണത്തില്ല. അവർ തിരിച്ച് നിങ്ങളെ ഇത് കയറി സപ്പോർട്ട് ചെയ്യാതെ കയറേണ്ടി വരും. ആ ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കാതെ കുറച്ച് പൈസ കളക്ട് ചെയ്ത് നിങ്ങളും ചാരിറ്റി തുടങ്ങുക. എന്നിട്ട് അതിന് നല്ല സുതാര്യമായിട്ടുള്ള ഒരു ഇത് ചെയ്യണം. അപ്പോൾ അത് ആൾക്കാർക്ക് വിശ്വാസമാകും. ഇടാൻ ഇഷ്ടമുള്ളവൻ തന്നാൽ മതി. ആരെ നിർബന്ധിച്ച് മേടിക്കരുത്. ഒറ്റ മനുഷ്യരെ മേടിക്കരുത്. താല്പര്യമുള്ളവൻ ഇട്ടാൽ മതി. ആ പൈസയും കൊണ്ട് നിങ്ങൾ നല്ല സുഭിക്ഷമായിട്ട് നിങ്ങളുടെ കൂടെയുള്ള ഓരോന്നിനും സപ്പോർട്ട് ചെയ്യാൻ വരുന്ന ആൾക്കാർക്ക് കൊടുക്കുക. കാരണം അവർക്കും വീട്ടിൽ ആവശ്യമുണ്ട്. അച്ഛന്മാർ എന്താ ബംഗാളിക്ക് ഇത്ര 800 കൊടുത്തും 10,000 കൊടുത്തും കുശനിക്കാരൻ അച്ഛൻ കൊടുക്കണമല്ലോ ഇത്ര പൈസ. ആ അച്ഛൻ ഗവൺമെന്റിനെ നോക്കുന്നു. ബലരാമൻ റിപ്പോർട്ടുണ്ട്. മറ്റേ വേറൊരു റിപ്പോർട്ട് കമ്മിറ്റിയുടെ റിപ്പോർട്ടുണ്ട്. ഗവൺമെന്റ് സുപ്രീം കോടതി തീരുമാനമെടുത്ത് മിനിമം വേജസ് കൊടുക്കാൻ. ആ മിനിമം വേജസ് അച്ഛൻ മാത്രം കണ്ടിട്ടില്ല. അതുപോലെ വേറൊരു ഇത് കണ്ടില്ല. ആരെങ്കിലും ഒരു പൈസ കൊടുക്കാന്ന് വെച്ചാലും ആ മാനേജ്മെന്റിനെ ഒറ്റപ്പെടുത്തി അവരെ തള്ളി. ഇത് തന്നെയല്ലേ നിങ്ങൾ എല്ലായിടത്തും ചെയ്യുന്നത്. ഈ ഫോറിൻ കൺട്രീസിൽ ഈ അച്ഛന്മാര് വരുമ്പോ പ്ലീസ് നിങ്ങൾ എന്തിനാ ഇവരുടെ എല്ലാം പുറകെ നടക്കുന്നത്? ഈ അധ്വാനിച്ച് ഇവിടെ കയറി വരെ ഇവരുടെ ആരുടെ സപ്പോർട്ട് ഇല്ലായിരുന്നു. നമുക്ക് പേപ്പർ കിട്ടാൻ ആരുടെ സപ്പോർട്ട് ഇല്ലായിരുന്നു. നമ്മുടെ കുടുംബം ഇത് ഒരു തരത്തിൽ എത്തിക്കാൻ നമുക്ക് സപ്പോർട്ട് ഇല്ലായിരുന്നു. ഇപ്പൊ നമ്മളെല്ലാം ഇവിടെ ഒന്ന് സെറ്റിൽ ആയപ്പോ ഇവർക്ക് കൊണ്ടുപോകാനുള്ള കളക്ഷന് വേണ്ടിയിട്ട് ഇവരെ വരുത്തിക്കുന്നു. എന്തുകൊണ്ട് നിങ്ങൾ ഈ റിലീജിയസ് ലീഡേഴ്സും അതും എല്ലാം ഓരോ സംഘടന ഉണ്ടാക്കിയിട്ട് അതിന്റെ മുകളിൽ കയറുന്ന ആൾക്കാർ എന്തുകൊണ്ട് ഈ അച്ഛന്മാരും കന്യാസ്ത്രീകളും ലീഡേഴ്സും ഈ ഗുരുക്കളും സ്വാമിമാരും ഒക്കെ ഒരുമിച്ച് ചോദിക്കുന്നില്ല? ഇവർക്ക് എന്തുകൊണ്ട് സാധാരണക്കാരന്റെ അധ്വാനത്തിന് ഫലം കൊടുക്കാൻ പറ്റത്തില്ല എന്ന്? അതെവിടെയാണ് എഴുതി വെച്ചിരിക്കുന്നത്? അധ്വാനിക്കുന്നവന് ഫലം കൊടുക്കാതിരിക്കുക എന്നുള്ളത്. അതുകൊണ്ട് പ്ലീസ് ഞങ്ങൾക്ക് UNA സപ്പോർട്ട് ചെയ്യുന്നു. ഞങ്ങൾ എല്ലാവരും നിങ്ങൾ അവസാനം വരെ ശമ്പളം കിട്ടണോടം വരെ അത് കിട്ടാതെ കണ്ട് നിങ്ങൾ അവിടുന്ന് മാറരുത് പ്ലീസ്. ഇനി നിങ്ങൾ മാറിയാൽ നിങ്ങളെ ആരും വിശ്വസിക്കത്തില്ല. അതുകൊണ്ട് നിങ്ങൾ ഇതിൽ കണ്ടിന്യൂ ചെയ്യുക. 100% എല്ലാവരും ഇറങ്ങുക. ഒരുത്തരോട് സഹതാപം വേണ്ട. ഗവൺമെന്റ് ആശുപത്രികൾ വർക്ക് ചെയ്യുന്നുണ്ടല്ലോ, വേണ്ടവർക്ക് അവിടെ പോകാം. ആവശ്യക്കാരന് അത് അന്വേഷിച്ച് കണ്ടെത്തും. ഇല്ലെങ്കിൽ അവര് അതനുസരിച്ച് നീങ്ങട്ടെ. അല്ലെങ്കിൽ ഗവൺമെന്റ് അതിനുള്ള എന്തെങ്കിലും ചെയ്യട്ടെ. നിങ്ങൾ 100% എല്ലാവരും ഇറങ്ങണം. അല്ലെങ്കിൽ അവർ ഒരുവിധം ചാകാറായ ഒരു ദയാശുപത്രി തപ്പിപ്പൊക്കോളും. അപ്പൊ കാശ് കിട്ടുന്നിടത്ത് മാത്രം ആൾക്കാർക്ക് പോകാൻ പറ്റുവാണെങ്കിൽ അവരങ്ങനെ അങ്ങ് പോകട്ടെ. ഇതുപോലെയുള്ള ഈ അച്ഛന്മാരുടെ അടുത്തോട്ട് ഒരു കാരണവശാലും പേഷ്യൻസിനെയും കൊണ്ട് പോലും പോകരുത്. ഗവൺമെന്റ് ഡോക്ടേഴ്സിന് പ്രൈവറ്റ് പേ ചെയ്താൽ പോലും അവരുടെ ആശുപത്രിയുടെ ഇത് സഹിച്ചാൽ പോലും ഈ പ്രൈവറ്റ് മാനേജ്മെന്റിന് ഒരു കാരണവശാലും പൈസ കൊടുക്കരുത്. അവർ പിള്ളേരെ കൊണ്ടും പണിയിപ്പിച്ച് നേഴ്സുമാരെ ട്രെയിനിങ് ആയിട്ടെടുത്ത് അവരെ കൊണ്ടും പണിയിപ്പിച്ച് ബംഗാളിയെക്കാളും താഴ്ന്ന പൈസ, ഏറ്റവും താഴ്ന്ന പൈസ കരഞ്ഞു കൂവി ഒരു ഓവർ ടൈം ചെയ്താൽ ഇല്ല. 48 മണിക്കൂർ മനുഷ്യന്റെ അധ്വാനത്തിന്റെ മുഴുവൻ ഫലം എടുത്തെടുത്തിട്ട് ഒരു ഗവൺമെന്റ് പറയുന്ന ശമ്പളം കൊടുക്കാൻ പറ്റത്തില്ല. ഈ അച്ഛൻ എങ്ങനെയാ ഈ പിള്ളേരെങ്ങനെ ജീവിക്കുന്നു പറഞ്ഞ അച്ഛൻ പറയുന്നത് അവർക്ക് അനുഭവം പറ്റത്തില്ല എന്ന്. അവരുടെ മില്യൺസ് ബിൽഡിംഗ് അവർ ഉണ്ടാക്കിക്കൊണ്ട് വരുന്നുണ്ട്. അതിനവർക്ക് കുഴപ്പമില്ല. ഇതാണ് കുഴപ്പം. ഈ പിള്ളേര് സ്ട്രൈക്ക് ചെയ്യുന്നതാണ് കുഴപ്പം. അതുകൊണ്ട് ആദ്യമായിട്ട് നിങ്ങൾ ആദ്യം പൈസ കൊടുക്കുക. നേഴ്സുമാർക്ക് അവർ അർഹതപ്പെട്ട പൈസ കൊടുക്കുക. അത് കഴിഞ്ഞിട്ടുള്ള പ്രസംഗവും ഇതും എല്ലാം തന്നാൽ മതി. ഞങ്ങൾക്ക് ആർക്കും നിങ്ങൾ വന്ന് പ്രസംഗിച്ചിട്ടും ഞങ്ങളെ ആരെ മാനസാന്തരപ്പെടുത്തണ്ട. നിങ്ങൾ ആദ്യം മാനസാന്തരപ്പെടുത്തുക. താങ്ക് യു വെരി മച്ച്. സപ്പോർട്ട് UNA. താങ്ക് യു. ഇതുപോലെയുള്ള സന്ദേശം രാഷ്ട്രീയക്കാർക്കെതിരെയും ജനങ്ങളെ പറ്റിച്ച് ജീവിക്കുന്ന പല വിഭാഗത്തിൽപ്പെടുന്ന നേതാക്കന്മാർക്കെതിരെയും അവർ ഏത് മതത്തിലുള്ളവരാണെങ്കിലും ശരി, ഏത് ജാതിയിലുള്ളവരാണെങ്കിലും ശരി, ഏത് തരം വീക്ഷണം വെച്ച് പുലർത്തുന്നവരായാലും ശരി, തിന്മകൾക്കെതിരെ പ്രതികരിക്കാൻ അത് ഏത് മതത്തിലുള്ളവർ ചെയ്യുകയാണെങ്കിലും തിന്മകൾക്കെതിരെ പ്രതികരിക്കാൻ ഈ 2 ശബ്ദങ്ങൾ നിങ്ങൾ കേട്ടു. വ്യത്യസ്തമായിട്ടുള്ളത് അവർ കൂടുതലും പറഞ്ഞിരിക്കുന്നത് നഴ്സുമാരെ കുറിച്ചിട്ടാണ്. അതെങ്കിൽ അത് അവരവരുടെ കർമ്മമണ്ഡലത്തിലെക്കുറിച്ച് തെറ്റുകളും തിന്മകളും പ്രതികരിക്കാൻ സാധിച്ചു. അത് പള്ളിക്കും മുകളറ്റത്തെ കർദിനാൾ ആലഞ്ചേരി മുതൽക്ക് ചുവടറ്റത്തെ അച്ഛനും കന്യാസ്ത്രീയും വരെ ഇവർ 2 പേരും പ്രതികരിച്ചു. എനിക്ക് സന്തോഷമല്ല, സംതൃപ്തി തോന്നുന്നുണ്ട്. നമ്മുടെ രാഷ്ട്രത്തെ ധന്യമാക്കാൻ നമുക്ക് സാധിക്കട്ടെ.
നമ്മുടെ രാഷ്ട്രത്തിലുള്ള തിന്മകൾ മതത്തിൻ്റെ പേരിലായാലും ജാതിയുടെ പേരിലായാലും ഇല്ലാതെയാക്കാൻ നമുക്ക് സാധിക്കട്ടെ. ഇതുപോലെയുള്ള ശബ്ദങ്ങൾ എല്ലാ മതത്തിൽ നിന്നും എല്ലാ വിഭാഗം ജനതയ്ക്കും തെറ്റ് ചെയ്യുന്നവർക്കെതിരെ ഉണ്ടാവട്ടെ. അത് രാഷ്ട്രീയ നേതാക്കന്മാർക്കെതിരെയും ഉണ്ടാവാൻ ഇതുപോലെയുള്ളവരുടെ വാക്കുകൾ നമുക്ക് ഊർജവും ചൈതന്യവും പകരട്ടെ. പ്രണാമം, നമസ്കാരം.